ഹലോ. നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ മുറ്റത്ത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് പുല്ല് പൊടിക്കും. ഇപ്പം മഴയൊക്കെ കൂടെ ആയിരുന്നല്ലോ, ഇപ്പം ഭയങ്കരമായിട്ട് പുല്ല് പൊടിച്ച്. ഇന്നൊരു മാമനെ അച്ഛൻ ജോലിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ക്ലീനിങ്ങിന്. അത്ര നന്നായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിൽ നിന്ന് ഞാൻ നടക്കേണ്ട അവസ്ഥയായിരുന്നു ഇന്നത്തത്. ഇപ്പം ഇങ്ങനെയല്ലേ കിടക്കണേ. ഇനി ഞാൻ ഇത് വൃത്തിയാക്കി കഴിഞ്ഞിട്ടുള്ള പോർഷൻ എന്താണെന്ന് കാണിച്ചു തരാം. ഇതാ മാമൻ പോയതിന് ശേഷം ഞാൻ ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയതാണ്. എനിക്കൊരു തൃപ്തി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചെയ്താലേ എനിക്കതൊന്ന് ഫുൾഫിൽ ആവത്തുള്ളൂ. പിന്നെ മതിൽ കെട്ടിയതിൻ്റെ ചല്ലിയൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തൂത്ത് കൂട്ടി ഒതുക്കണമായിരുന്നു. അതൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് മുറ്റത്തൊരു ഭംഗി കാണും. പിന്നെ ഓണമൊക്കെ വരെയില്ലേ, വീടും പരിസരവും നമ്മൾ വൃത്തിയാക്കുമല്ലോ. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ മുറ്റമാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ പുല്ല് ചെത്തിപ്പറിക്കാൻ അങ്ങനെ ആളെ കിട്ടാറില്ല. അപ്പോൾ ആളെ കിട്ടിയപ്പോഴത്തേക്കും പെട്ടെന്ന് അവരെ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. ഇനിയും ഓണത്തിന് 1 മാസമുണ്ട്. 1 മാസം കൊണ്ട് വീട്ടിൽ പെട്ടെന്ന് പുല്ല് പിടിക്കും. അങ്ങനത്തെ മുറ്റമാണ് നമ്മളത്. പിന്നെ കുറച്ച് പേര് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് കോളേജിൽ ഏത് സബ്ജക്റ്റാണ്. ഞാൻ BA ഹിസ്റ്ററിയാണ്. ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും എക്സാം ആയാലും ക്ലാസ് ആയാലും ഉണ്ടാവുക. കോളേജിൽ എനിക്ക് 2 ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഉള്ളത്. ഞാൻ വേറൊരു ചേച്ചി കൂട്ടുണ്ടെന്നും പറഞ്ഞാണ് ഞാൻ കോളേജിൽ പോയി തുടങ്ങിയത്. ചേച്ചിക്ക് ഗവൺമെൻറ് ജോബ് കിട്ടിയപ്പം ചേച്ചി പിന്നെ ജോബിന് പോകുന്ന അതിൽ ബിസി ആയിപ്പോയി. പക്ഷേ കോളേജിൽ പോയി ചേർന്ന് 2 ബെസ്റ്റ് ഫ്രണ്ട്സിനെ കിട്ടി, റിയ ആൻഡ് റഹു. ഇവരുള്ളതുകൊണ്ടാണ് ഇപ്പം തന്നെ കോളേജിൽ പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളതും ക്ലാസ്സും എല്ലാം. എനിക്ക് അവർ 2 പേരുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ 2 പേരെയും. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് 2 ദിവസമുള്ളപ്പോൾ കമ്പൈൻ സ്റ്റഡിക്ക് പോകും. നമ്മൾ ഫുഡ് കഴിക്കും, പഠിക്കും, കളി തമാശകൾ പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ 2 പേരെയും. അവർക്കും എന്നെ അങ്ങനെയാണ്. കാരണം നമ്മൾ 3 പേർക്കും നമ്മൾ 3 പേരാണ് എപ്പോഴും ഭയങ്കര കൂട്ട്. എവിടെ പോയാലും വിളിക്കണതും സംസാരിക്കണതും എല്ലാം നമ്മൾ 3 പേരുമാണ്. അപ്പം അതൊരു സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ സ്പെഷ്യൽ എന്നാണ് ഞാൻ എപ്പോഴും ഇടാനത്. സ്റ്റാറ്റസ് ഇട്ടാലും എല്ലാത്തിലും. പിന്നെ ഒരു നെഗറ്റീവ് കമൻസിന് ഓൾറെഡി റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വീണ്ടും വന്നിട്ട് പറയുന്നു പബ്ലിക് കാണുന്ന വീഡിയോയിൽ അത്യാവശ്യം വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ടുകൂടിയെന്ന്. ആ ടീഷർട്ടിൽ ജസ്റ്റ് ഒന്ന് പയർക്കഞ്ഞി ആയില്ലേ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒരു വൃത്തികേടും ആ ഡ്രസ്സിന് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ താഴെ വന്ന ഒരു ചേച്ചി പറയുന്നത് എവർക്ക് വൃത്തി വേറെയാണ്, ബ്യൂട്ടി വേറെയാണ്. അങ്ങനെ പിന്നെ ഒരാൾ റീച്ച് മാത്രം മതി, അവർക്ക് വ്യൂസും കൂടണം, പൈസ കിട്ടണം, അത്രയേ ഉള്ളൂ. എനിക്കിതുവരെ ഇതിന്നൊരു പൈസ പോലും കിട്ടി തുടങ്ങിയിട്ടില്ല. പിന്നെ വ്യൂസിന് വേണ്ടിയിട്ട് എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്? നല്ല മാന്യമായിട്ടുള്ള ഡ്രസ്സ് ഇട്ടല്ലേ ചെയ്യണം. അതിൽ ഞാൻ പയർക്കഞ്ഞി ഇട്ട് കോരി ഒഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പം ഞാൻ ക്ലീൻ ആക്കിയതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഗായ്സ്. ആ മാമ എവിടെയൊക്കെ വൃത്തിയാക്കിയോ അവിടെ ഫുള്ള് ഞാൻ തൂത്ത് വാരി ക്ലീൻ ആക്കിയിട്ടുണ്ട്. തുണിയൊക്കെ നനച്ച് കുളിച്ച് കയറി. അപ്പോൾ